ഹലോ ഹലോ സുഖാണ്. ഹായ്. എല്ലാ അനിയിപ്പോ ഇജിപ്പോ കൊടുക്ക ഞാൻ കല്യാണം തന്നെ ഏട്ടന്റെ മോന്റെ നിക്കാണ്. അത് ശരി. എല്ലാ അങ്ങോട്ട് പോവാൻ നിക്കാണ്. ഇടുന്ന പിന്നെ ആ വെയിലുള്ള ജി ആ കുഞ്ഞാപ്പൂന്റെ അടുത്ത് ചെന്തിന് വാങ്ങിക്കണ ഒന്ന് ആലോചിച്ച് നോക്ക്. രാജുവിന്റെ അടുത്ത് വാങ്ങിക്കണ്, അസർഫിന്റെ അടുത്ത് വാങ്ങിക്കണ്. ഒരു 50 റുപ്യ മേടിച്ചു. അതിനാണ് ആ പാവത്തിന്റെ 50 റുപ്യ പറ്റിച്ചില്ലടാ ജി. പറ്റിച്ചിട്ടില്ല, നാളെ കൊടുക്കും. ശരിയായിട്ടാ കണക്ക് തന്നെ കൊടുക്ക. അപ്പൊ സുഹൃത്തുക്കളെ, ഇന്ന് കുഞ്ഞാപ്പൊന്നും ഇല്ലട്ടാ. ഞങ്ങള് ഇന്നലെ വീഡിയോ എടുത്തില്ല. അപ്പൊ ഇന്ന് കുഞ്ഞാപ്പൊന്നും ഇല്ല. ഞാൻ ഇന്ന് ഏട്ടന്റെ മോന്റെ പരിപാടിക്ക് പോകും. ഇന്നലെ അതേമാതിരി വീഡിയോ എടുക്കാൻ പറ്റില്ല, ഞങ്ങൾ അവിടെ ആയിരുന്നു. അപ്പോൾ ചിലവർ ചോദിച്ചിട്ടുണ്ട്, ഈ കുഞ്ഞാപ്പ് ഇങ്ങനെ തന്നെയാണോ, മണ്ടനെ ഒറിജിനൽ മണ്ടൻ തന്നെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. സുഹൃത്തുക്കളെ, അതൊരു കഥാപാത്രം മാത്രമാണ്. ഇതിന് മുന്നേ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇപ്പോൾ പുതിയതായി കാണുന്ന ആൾക്കാരോട് പറയാണ്, കുഞ്ഞാപ്പൂവിൻ്റെ പേര് ഒറിജിനൽ പേര് കുഞ്ഞാപ്പൂ എന്നാണ്. ഞങ്ങൾ ഡബിളല്ല, അതൊരു കഥാപാത്രമാണ്. ഞാൻ തന്നെയാണ് അത് അഭിനയിക്കുന്നത്. ചില ആൾക്കാർക്ക് അറിയില്ല കുഞ്ഞാപ്പ് ആരാണ്, അനീഫ ആരാന്നുള്ളത്. എൻ്റെ പേര് അനീഫ എന്നാണ്. തവനൂരാണ് വീട്. ഈ ക്യാമറ ചെയ്തത് എൻ്റെ അനിമാൻ്റെ മോനാണ്. ഷാജി എന്നാണ് പേര്. ഞങ്ങൾ കഥാപാത്രത്തിൻ്റെ പേര് വാവ എന്നാണ്. എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് കുഞ്ഞാപ്പൂ എന്നാണ്. നിങ്ങൾക്ക് അറിയണതല്ലേ. അപ്പോൾ എല്ലാവരും ഞങ്ങൾ വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. ഞങ്ങൾ എന്തെങ്കിലും ഫാൾട്ടൊക്കെ പറ്റില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് രൂപത്തിൽ എഴുതുക. ഇങ്ങനെ പറ്റില്ല, കമൻറ്റൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്, റിപ്ലൈ കൊടുക്കുന്നില്ല എന്നുള്ളൂ. റിപ്ലൈ കൊടുക്കുന്നില്ല എന്നുള്ളൂ. കാരണം അതിനത്ര കമൻ്റ് ഒന്നും ഇല്ല. റിപ്ലൈ അതിനത്ര കമൻറ്റ് വരുന്നില്ല. അതാണ്. അപ്പോൾ നമ്മൾ ഏതൊരു ഫാത്തിമ ഏതൊരു വ്യക്തി എപ്പോഴും കാണും, ചോദിക്കും വീട് എവിടെ, നാട് എവിടെ എന്നൊക്കെ ചോദിച്ചിട്ട് ആ വീടും പറഞ്ഞു കൊടുത്തല്ലോ കറക്റ്റായിട്ട്. നമ്മളെ വീട് എന്ന് പറഞ്ഞത് തവനൂരാണ്. തവനൂർ ജില്ലയിൽ കുറ്റിപ്പുറം കഴിഞ്ഞ് തവനൂർ സീരി ഫാം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ നമ്മള് ഒരു കൊച്ചു ഗ്രാമം ഒന്ന് കാണിച്ചു കൊടുക്കാം. ഞങ്ങള് എനിക്ക് പണി കൽപ്പണിക്ക് പോവാണ്. കൽപ്പണി ഗ്രാമം ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ. പറഞ്ഞോ, കൊച്ചു ഗ്രാമമാണ് ഞങ്ങളത്. കാരണം ആദ്യം ഇത് ഒരു വഴിയായിരുന്നു. ആ വഴിയിൽ ഇതേമാതിരി റോഡൊന്നും ഉണ്ടായിരുന്നില്ല. അത് കാണിച്ചു കൊടുക്കാം. അപ്പൊ ഇതാണ് പാടും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ ഞങ്ങൾ ഇവിടെ ഇത് ആദ്യം 3 അടി വഴിയായിരുന്നു. 3 അടി 10 അടി കഴിഞ്ഞ് 10 അടി കഴിഞ്ഞ് എല്ലാരും വഴി വിട്ടുകൊടുത്തിട്ട് അങ്ങ് വഴി തന്ന് സ്ഥലം കൊടുത്തിട്ടോളൂ. പക്ഷെ ഞങ്ങൾ പൈസ ഒന്നും ആയിട്ടില്ല. പഞ്ചായത്തിന്റെ എല്ലാരും ഒത്തൊരുമ കാരനാണ്. കുഴപ്പമൊന്നുമില്ല. നല്ല നല്ല വ്യക്തികളാണ്. അപ്പൊ എല്ലാരും നല്ല വ്യക്തികളാണ്. അപ്പൊ നിങ്ങളെല്ലാരും വീഡിയോ കാണുക. ഇനി എന്തൊക്കെയാ പറയണമെന്നുണ്ട്, പക്ഷെ ഒന്നും പറയാൻ പറ്റുന്നില്ല. എന്താ പറയാൻ പറ്റായി. സപ്പോർട്ട് ചെയ്യാ, വീഡിയോ കാണുക. അപ്പൊ പിന്നെ വീടിന്റെ പരിസരം ആൾക്കാർ ചോദിച്ചിട്ട് ഒരിക്കലും മണ്ടനാണോന്ന്. മണ്ടൻ തന്നെയാണ്. മണ്ടനറിയാത്ത ആരാ ഉള്ളതില്ലേ. എല്ലാം കഴിഞ്ഞിട്ട് ഭൂമിയിൽ ആരില്ലല്ലോ. മണ്ടനായതാണ് അല്ലേ. മണ്ടനൊരു കഥാപാത്രം ഉണ്ടാക്കിയത് മണ്ടനല്ല. എന്നാ മണ്ടനാണേനും. എന്നാ മണ്ടൻ തന്നെയാണ്. കുറച്ചൊക്കെ മണ്ടനായിട്ടൊക്കെ അഭിനയിക്കാൻ എന്നാലേ ജീവിക്കാൻ പറ്റുള്ളൂ. നമ്മളെ ഒക്കെ ബുദ്ധിമാനായി നിന്ന് നടന്നിട്ടുണ്ടെങ്കിലേ അപ്പൊ ആ ലോക വെട്ടികളാവും. എല്ലാം തേഞ്ഞ് നടന്നിട്ടുണ്ടെങ്കിൽ ലോക വെട്ടികളാവും. അപ്പൊ എല്ലാം തേഞ്ഞിട്ട് ഭൂമിയിൽ ആരും ഇല്ല. എന്തെങ്കിലും. അപ്പൊ നമ്മള് വീഡിയോ ചെയ്യണതിൽ എന്തെങ്കിലും കുറവുകളോ കുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് രൂപത്തില് പറയാം. കുറവുള്ളൂ ചെങ്ങായി. ഞങ്ങളോട് പറയേണ്ടവർക്ക് അറിയാലോ. അല്ല, കുറവെന്നുള്ളൂ. ഇപ്പൊ ഞങ്ങൾ ഇനി വേറെ രീതിയിൽ ചെയ്യണമെന്നുണ്ട് വീഡിയോ. മൊബൈല് പോരാ, അതൊക്കെ മാറ്റിട്ട് ക്യാമറ ഒക്കെ എടുത്തിട്ട്. കൊറേ ആൾക്കാർ തെറ്റിദ്ധാരണ ഞങ്ങൾക്ക് അങ്ങനെ വരുമാനം ഇങ്ങനെ വരുമാനം. പക്ഷെ ഞങ്ങളെ പണിയൊക്കെ കഴിഞ്ഞിട്ടാണ് വീഡിയോ ചെയ്യുന്നത് കേട്ടാ. പണിയൊക്കെ എടുത്ത് ജീവിക്കുക, അത്ര തന്നെ. പിന്നെ കാര്യമൊന്നുമല്ല. ഞാൻ എല്ലാ പണിക്കും പോകും. പണിക്ക് പോവാതെ വീഡിയോ ഞാൻ പോകും. ഇനിയിപ്പോ തേങ്ങ പുറത്തിട്ടാൻ വിളിച്ചാലും ഞാൻ പോകും. ചിലവര് പറയണ്ടാവും പണി. സത്യം പറഞ്ഞിട്ടെ, കുഞ്ഞാവ് ഒരു പണിക്കും പോയില്ല. ആ പാവം തള്ളനി ബുദ്ധിമുട്ടിച്ച് ഞാൻ നടക്കണം. എന്നിട്ട് വയറിങ്ങനെ വീർപ്പിച്ചിട്ട് ഇങ്ങനെ നടക്കാണ് കുഞ്ഞാപ്പ്. അപ്പൊ കുഞ്ഞാപ്പിനെ കുറിച്ച് ചിലവർക്ക് കുറ്റം പറഞ്ഞ ഇഷ്ടമല്ലട്ടാ. ഞങ്ങളൊക്കെ ഒരു എന്താണ് കല്യാണിയമ്മ ഉണ്ട് തൊണ്ണൂറുള്ള. കുഞ്ഞാപ്പൂന് എന്തെങ്കിലും പറഞ്ഞെങ്കിൽ അപ്പം ദേഷ്യം പിടിക്കും. നമുക്ക് ഷൊർണൂർ പോകണ്ട. മുണ്ടണ്ടാക്കി എല്ലാ കൊല്ലം പാവത്തിലേക്ക് പോവാറുള്ള ഒരു 1.5 കൊല്ലായി പോകും. തീർച്ചയായിട്ടും അതാണ് വിധി ഉണ്ടെങ്കിൽ നമ്മള് എവിടൊക്കെ എത്തും, അവിടൊക്കെ എത്തും. ബേപ്പൂരൊക്കെ വിളിക്കലുണ്ട്, അവിടുന്ന് ആശാത്ത വിളിക്കലുണ്ട്, ആശാത്ത വിളിക്കലുണ്ട്, സൈനി ചേച്ചി വിളിക്കലുണ്ട്. ഓരോരുത്തര് എല്ലാവർക്കും അന്വേഷണം പറഞ്ഞേക്കണ്. എല്ലാവർക്കും ആയുസും ആരോഗ്യം കൊടുക്കട്ടെ. ലൈലാത്താന്റെ അമ്മ പാവാണ്. എല്ലാവർക്കും പാവാണ്. എല്ലാവർക്കും അസുഖങ്ങൾക്ക് റബ്ബ് മാറ്റി കൊടുക്കട്ടെ. എന്തെങ്കിലും പ്രയാസങ്ങൾ റബ്ബ് മാറ്റി കൊടുക്കട്ടെ. എല്ലാവർക്കും അവിടെ ഒരാളില്ല ഒന്നുമില്ല. എല്ലാവർക്കും അള്ളാഹു മാറ്റി കൊടുക്കട്ടെ. എന്ത് പ്രയാസങ്ങൾ അള്ളാഹു മാറ്റി കൊടുക്കട്ടെ. അപ്പൊ എല്ലാവരും ഞങ്ങളുടെ കാണുക. പിന്നെ അനീഫ, വയനാട്ടിലേക്ക് പരിപാടി ഇല്ലേ? വയനാട് റിസോർട്ടിന്റെ അതൊന്നും തീരുമാനമായി. എന്നാണ് പറയണേ? സമ്മതിക്കൂല. അതൊക്കെ പിന്നെ അല്ല, വയനാട്ടിലേക്ക് ഞങ്ങൾ വിളിച്ചിട്ടുണ്ട് റിസോർട്ടിന്റെ ഇനാഗ്രേഷൻ അല്ലേ.
ഓരോരുത്തർക്ക് വിളിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് പോകാൻ പറ്റില്ല, യാത്ര അങ്ങനെ ചെയ്യാൻ പറ്റില്ല. എന്റെ വണ്ടിയുമേ ഞാൻ പോവാ, സ്കൂട്ടറിന്. പിന്നെ പിറ്റേ ദിവസം എനിക്കാൻ പറ്റില്ല. ഒരു പാട്ടടിക്കഞ്ഞ് രണ്ടുപേര് പ്രേക്ഷകർക്ക് വേണ്ടിട്ട് ഇവിടെ ഒരു വീഡിയോ, ഒരു ഫേസ്ബുക്കിൽ ചാനലുണ്ട്, അതിൽ പാടിയൊരു പാട്ടാണ്. പാടല്ല, ആദ്യം ഞാൻ കേട്ട ഒരു പാട്ടാണ്. അത് ഞാനായാലും ശരി നീ ആയാലും ശരി ഒന്ന് ഓർക്കേണ്ടത് മാത്രമുള്ള ഒരു പാട്ടാണ്. പടച്ചോന്റെ അനുഗ്രഹം മറന്നിടല്ലേ, പാപം ചെയ്തു കൂട്ടി വിലസിടല്ലേ, അഹങ്കാരികളായി മാറിയിടല്ലേ, മരണം വരും തീർച്ച ഒരുങ്ങിക്കോളൂ, ആരും സഹായിക്കാമില്ല നേരം, ആർക്കും സഹായിക്കാൻ കഴിയുകല്ല, പടച്ചോന്റെ അനുഗ്രഹം മറന്നിടല്ലേ. ഒരു കാര്യം ഓർക്കുക, എല്ലതും വേണം, ചിരി വേണം, കളി വേണം, ഒന്നും നമ്മൾ ഓർക്കണം. പടച്ചോൻ എപ്പോഴും മരണമുണ്ടെന്ന് നമ്മൾ എപ്പോഴും ചിന്തിക്കുക. ഇന്ന് ആരാണ് ചിന്തിക്കുന്നത്? ആരും ചിന്തിക്കണമെന്നില്ല. പറഞ്ഞ ഞാനും കൂടി ചിന്തിക്കില്ല, ഇതിന് മറ്റുള്ളവരെ പറഞ്ഞത്. അപ്പൊ ഇത്രയൊക്കെ മാത്രമേ ഉള്ളൂ. ഞാൻ ഏട്ടന്റെ മോന്റെ നിക്കാഹാണ്, അതിന് പോകാൻ നിൽക്കണം. ഞാനും ഉമ്മയും ഭാര്യയും എന്റെ പെങ്ങന്മാരും ഏട്ടന്മാരുടെ ഭാര്യയും മക്കളും എല്ലാരും ഉണ്ട്. അപ്പൊ എല്ലാരും മോനുണ്ട്, എളിമാന്റെ മോനാണ്, ഇവനുണ്ട്, എല്ലാരും ഉണ്ട്. അപ്പൊ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്നുണ്ട്. നാളെ കുഞ്ഞാപ്പ് വരും, ആ പാവം അവിടെ കാത്തിക്കാണ് കുഞ്ഞാപ്പ്, നാളെ വരും. അപ്പൊ നിങ്ങൾ എല്ലാവരും വീഡിയോ കാണാൻ സപ്പോർട്ട് ചെയ്യുക, കമന്റ് ചെയ്യുക, അടുപ്പിച്ചിട്ട് ക്ഷമിക്കുക. നിർത്തല്ലേ നിർത്തിക്കാളെ.